ഹലോ എവരിവൺ, ദിശ അക്കാഡമിയിലെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ കുറച്ച് ടോപ്പിക്കും കൂടെയാണ് പഠിക്കുന്നത്. അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കഴിയും. നമുക്കിനി ആവറേജ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലുള്ളതെല്ലാം നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് പേരൊന്നും ലാഗ് ആവുന്നുണ്ട്, പഠിക്കുന്നില്ല. അപ്പോൾ എനിക്ക് വ്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് പേര് പണ്ടത്തെ ആ ഒരു ഊർജ്ജം ഇപ്പോൾ കാണുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. എക്സാം എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് തന്നെ വിചാരിച്ച് പഠിക്കുക. അല്ലാതെ ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറച്ച് പേര് നിങ്ങളെ സ്ഥാനത്ത് നിന്ന് കുറച്ച് പേര് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് മാത്രം ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അവർ എക്സാം ക്ലിയർ ചെയ്ത് പോവും, നമുക്ക് ഒന്നും ഇല്ലാതാവും. അപ്പോൾ ആ ഒരു അവസ്ഥ വരുത്തരുത്. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്താലോ? ഈ ക്വസ്റ്റ്യനിലെ കോയിൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. രമേഷ് ഹാവ് കോയിൻസ് ഓഫ് 50 പൈസ 1 റുപ്പി. അപ്പോൾ 50 പൈസ കോയിനുണ്ട്, 1 രൂപ കോയിനുണ്ട്, 5 രൂപ കോയിനുണ്ട്. ഇൻ ദ റേഷ്യോ. അപ്പോൾ അത് ഹാവ് ഇൻ ദ റേഷ്യോ, ഈ തന്നേക്കുന്നത് എന്താണ്? ഹാവ് കോയിൻസ് ഇൻ ദ റേഷ്യോ എന്നാണ്. എന്താ പറഞ്ഞാൽ ഇതെന്താണ്? എണ്ണമല്ലേ തന്നേക്കുന്നത്. രമേഷ് ഹാവ് കോയിൻസ് ഓഫ് 50 പൈസ 1 റുപ്പീസ് ആൻഡ് 5 റുപ്പീസ് ഇൻ ദ റേഷ്യോ ഓഫ്, നമ്പറിൻ്റെ എണ്ണമാണ് 2:3:5 എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്പറിൻ്റെ എണ്ണം നമുക്ക് കിട്ടി. ഇനി അയാളുടെ 116 രൂപ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി ഹാസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് റുപ്പീസ് 116. ഹൗ മെനി 50 പൈസ കോയിൻസ് ഇസ് ദെയർ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ 116 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര 50 പൈസ കോയിൻ ഉണ്ട്? അപ്പം ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പം 50 പൈസ കോയിൻ ഒരു 20 എണ്ണം ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 50 പൈസ കോയിന് ഒരു 20 നമ്പർ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിലുള്ള പൈസയുടെ വാല്യൂ എത്രയാണ്? എത്ര വരും? 10 രൂപയല്ലേ. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നും വന്നിട്ടില്ല, ചിന്തിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി 1 രൂപ കോയിന് ഒരു 30 എണ്ണം ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എത്ര വാല്യൂ ഉണ്ട്? 30 രൂപ വാല്യൂ ഇല്ലേ? 30 റുപ്പീസ് എന്ന് പറയുന്ന വാല്യൂ ഇല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടുത്തെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് എങ്ങനെയാണ്? 50 പൈസ എന്ന് പറഞ്ഞാൽ 1/2 റുപ്പീസ് ആണ്. അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 എണ്ണം ഉണ്ടെങ്കിൽ 20 × 1/2 ആണ് 10 റുപ്പീസ് എന്ന് കിട്ടിയത്. ഇനി അടുത്തത് ഇവിടെ കിട്ടിയത് 30 എണ്ണം ഉണ്ട്, 1 രൂപയാണ് വില എന്ന് പറഞ്ഞാൽ 30 × 1 ആണ് മൊത്തത്തിലുള്ള വില. എത്രയെന്ന് പറഞ്ഞാൽ 30 റുപ്പീസ്. ഇനിയിപ്പോൾ 5 രൂപ കോയിൻ ഉണ്ട്. ആ 5 രൂപ കോയിൻ ഒരു 20 എണ്ണം ഉണ്ടെങ്കിൽ എത്രയാണ് വാല്യൂ എന്ന് പറയുന്നത്? വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 5 20 എണ്ണം. 5 രൂപ 20 തൊട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയാണ് ആവുന്നത്? നമുക്ക് എത്ര ആവും? 20 × 5 എന്ന് പറയുന്നത് നമുക്ക് 100 രൂപയാവത്തില്ലേ? ആണല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവിടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഇത് 2 റുപ്പീസിലായതുകൊണ്ട് ഈ 50 പൈസേനെയും 1/2 റുപ്പീസ് എന്ന് തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2 × 2 എന്ന് വരത്തില്ലേ? നമ്മൾ ഈ 2x എന്നും 3x എന്നും 5x എന്നും വേണം എണ്ണാക്കി എടുക്കാൻ, കാരണം ഇത് റേഷ്യോയിലാണ് തന്നേക്കുന്നത്. അപ്പോൾ 2x 50 പൈസ കോയിൻ ഉണ്ടെന്നും 3x 1 രൂപ കോയിൻ ഉണ്ടെന്നും 5x 5 രൂപ കോയിൻ ഉണ്ടെന്നും വിചാരിക്കും. ഇതൊക്കെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, ഇതൊന്നും നോക്കണ്ട. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പൈസ എന്ന് പറഞ്ഞാൽ 1/2 × 2 എന്ന് പറഞ്ഞാൽ എത്ര ആണ്? 1/2 × 2x. x വാല്യൂ ഉള്ള 50 പൈസ കോയിൻ ഉണ്ട്. ഇനി അടുത്ത 1 രൂപ കോയിൻ എത്രയുണ്ട്? 3x × 1 എത്രയാണ് വരുന്നത്? 3x രൂപ ഉണ്ട് 1 രൂപ കോയിൻ വെച്ചിട്ട്. ഇനി അടുത്ത 5x. അപ്പോൾ 5x എന്ന് പറഞ്ഞാൽ 5 × 5x, 5 രൂപയുടെ 5x എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ 25x എണ്ണം ഉണ്ട്. ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോഴല്ലേ അയാളുടെ കയ്യിലുള്ള പൈസ ആവുന്നത്? x രൂപ. ഇവിടെ ഒരു x രൂപയുണ്ട്, ഇവിടെ ഒരു 3x രൂപയുണ്ട്, ഇവിടെ 25x രൂപയുണ്ട്. മൊത്തത്തിൽ കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ അയാളുടെ കയ്യിലുള്ള പൈസ ആവുന്നത് എന്ന് പറഞ്ഞാൽ എത്ര വരും? x + 3x + 25x എന്ന് പറഞ്ഞാൽ 29x. 29x ആണ് ഈ തന്നേക്കുന്ന 116 രൂപ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അഥവാ മനസ്സിലായില്ലെങ്കിലും ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ 116 എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ 116 / 29. അപ്പോൾ 29 എന്തായാലും ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമെന്ന് മനസ്സിലായി. ജസ്റ്റ് ഒന്ന് നോക്കിയേ. ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്നു, ഇവിടെ 9 വരുന്നു. അപ്പോൾ ഏതായിരിക്കും? 4 കൊടുക്കുമ്പോഴല്ലേ ലാസ്റ്റ് ഒരു 6 വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിട്ട് നോക്കിയിട്ട് ബാക്കി നോക്കിയാൽ മതി.
4 × 2 നിങ്ങൾക്ക് 8 വരുന്നുണ്ട്. 8 3 കൂടെ ആകുമ്പോൾ 11, 116 വന്നില്ലേ? അപ്പോൾ ഇതും ഇവിടെ ക്യാൻസൽ, ഇവിടെ ഒരു 4 വന്നു. എക്സിന്റെ വാല്യൂ 4 ആണെങ്കിൽ എത്ര 50 പൈസ കോയിൻ ഉണ്ട്? 2x 50 പൈസ കോയിൻ ഇല്ലേ? അപ്പോൾ 2 × എക്സിന്റെ വാല്യൂ 4. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 8 രൂപയല്ലേ? 8 അല്ലേ നമുക്ക് കിട്ടുന്ന? ഹൗ മെനി കോയിൻസ് അല്ലേ? 8 രൂപയല്ല, 8 എണ്ണം ഉണ്ട് നമുക്ക്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 8. അപ്പോൾ ഇത് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇവിടെ നമ്പറിന്റെ റേഷ്യോ ആണ് 2:3:5 എന്ന് പറയുന്നത്. അപ്പം നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് 2x എന്നും 3x എന്നും 5x എന്നും എടുക്കുക. ഇനി അടുത്ത അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 × 2x എന്ന് വരും. കാരണം 50 പൈസയുടെ 2x എണ്ണം ഉണ്ട്. അപ്പോൾ 50 പൈസ × 2x. ഇനി അടുത്ത 3x-ന്റെ 1 രൂപ, 1 രൂപയുടെ 3x എണ്ണം ഉണ്ട്. അപ്പോൾ 3x × 1. ഇനി അടുത്ത 5 രൂപ, 5x × 5. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ x, 3x, 25x, മൊത്തത്തിൽ 29x ആണ്. 29x ആണ് 116. എക്സിന്റെ വാല്യൂ 116 ഡിവൈഡ് ബൈ 29. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? 4 rupees എന്ന് കിട്ടും. ഹൗ മെനി കോയിൻസ് ഓഫ് 50 പൈസ ഹി ഹാസ് എന്ന് പറഞ്ഞാൽ എത്ര 50 പൈസ കോയിൻസ് ഉണ്ട്? അപ്പോൾ നമുക്കുള്ളത് 2x-ന്റെ എന്ന് വെച്ചാൽ ഹൗ മെനി നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2x അല്ലേ? അപ്പോൾ 2 × 4 8. ഇനി അടുത്ത വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 50 പൈസ കോയിൻ എന്ന് വെച്ചാൽ വാല്യൂ എത്രയാണ്? x ആണ്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 4. അപ്പോൾ 4 rupees ആണ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എ ബോയ് കണ്ടെയ്ൻ ടോട്ടൽ ഓഫ്, അതുകൊണ്ട് അത് ഞാൻ മാറ്റിയത്. ബോയ് ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ അവർ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. എ ബോയ് ഹാസ് ടോട്ടൽ എമൗണ്ട് ₹60 in which the coin of 50 paisa and 25 paisa are included in the ratio 5:6:8. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ 50 പൈസ 25 പൈസ മാത്രമല്ല 1 രൂപയും കൂടെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ എ ബോയ് കണ്ടെയ്ൻ ₹60 in which the 1 rupees coins of 50 paisa and 25 paisa are included in the ratio എന്ന് പറഞ്ഞാൽ 1 രൂപയുണ്ട്. കോയിൻസ് ഓഫ് എന്തൊക്കെയുണ്ട്? കോയിൻസ് ഓഫ് 1 രൂപ, 50 പൈസ ആൻഡ് 25 പൈസ ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ 1 രൂപ, 50 പൈസ, 50 പൈസേനെ എങ്ങനെ എഴുതണം? 1/2 rupees-ഉം പിന്നെ ഒരു 25 പൈസ ആകുമ്പോൾ 1/4 rupees-ഉം ചെയ്യാൻ അതാണ് എളുപ്പം. എല്ലാം പൈസയിലോട്ടാക്കിയാൽ കുറേ 0 അങ്ങ് വരും. അപ്പോൾ നമ്പറിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5ഉം 6ഉം 8ഉം. ഓപ്ഷനിലുള്ളത് കിട്ടണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറ്റിയാണ്. അപ്പോൾ നമ്പർ 5x എന്നും 6x എന്നും 8x എന്നും അല്ലേ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് നമ്പർ. നമുക്കുള്ളത് 60 രൂപയാണ് അയാളുടെ കയ്യിൽ മൊത്തത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ വാല്യൂ എന്ന് പറയുമ്പോൾ 1 രൂപയുടെ 5x എണ്ണം ഉണ്ട്. അപ്പോൾ 5x × 1 ആണ് ഇവിടുത്തെ വില എന്ന് പറയുന്നത്. 6x-ന്റെ അര പൈസയുടെ 6x എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 3x വരും, ഇവിടെ ഒരു 5x വരും, ഇവിടെ ആണെങ്കിലോ 8x × 1/4. അപ്പോൾ ഇവിടെ 2, അപ്പോൾ 2x വരും, ഇവിടെ 2x എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് കോയിൻസ് ഓഫ് 25 പൈസ, 25 പൈസയുടെ നമ്പർ ഓഫ് കോയിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് 25 പൈസയുടെ നമ്പർ ഓഫ് കോയിൻസ്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം 5x + 3x + 2x എന്ന് പറയുന്നത് എത്രയാണ്? 60. അപ്പോൾ 10x ആണ് 60, എക്സിൻ്റെ വാല്യൂ 6. എക്സിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ നമ്പർ ഓഫ് 25 പൈസ നമുക്ക് എങ്ങനെയാണെന്നറിയാം. ഇവിടെ 8x അല്ലേ? അപ്പോൾ 8 × 6 48 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. മനസ്സിലായോ? നേരത്തെ ചെയ്ത സെയിം മോഡലാണ്. നമ്പർ നമുക്കറിയാം, നമ്പർ വെച്ച് വാല്യൂ കണ്ടുപിടിച്ചു. കാരണം നമുക്കിവിടെ ഉള്ളത് മൊത്തത്തിലുള്ള വിലയാണ്. വാല്യൂ കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? ആ നമ്പർ എന്ന് പറയുന്ന 6x-ൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6 × x-ൻ്റെ വില നമുക്ക് 6 ആണെന്ന് അറിയാം. എക്സിൻ്റെ വില നമുക്ക് എത്ര കിട്ടിയേ? ഒരു മിനിറ്റ്, എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 25 അല്ലേ? അപ്പോൾ 8x ആണ് നമുക്ക് 25 പൈസ വരെ. അപ്പോൾ 8 × 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 48 എന്ന് കിട്ടി. ഇതൊക്കെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വലിയ പാടുള്ള ക്വസ്റ്റ്യനൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അത് നല്ല കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും കോഴ്സസ് ഉണ്ട്. അഡീഷണൽ ആയിട്ട് കുറച്ച് കോഴ്സസും കൂടെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ MTS-ൻ്റെ കോഴ്സസും ഉണ്ട് കേട്ടോ. MTS-ൻ്റെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ CHSL-ൻ്റെ കോഴ്സുകളുണ്ട്, CGL-ൻ്റെ കോഴ്സുകളുണ്ട്, NTPC,
RPF, ALP, അതേപോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലെ ക്ലാസ്സസ് നന്നായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇഫ് 25, 35 ആൻഡ് P ആർ കോൺസിക്യൂട്ടീവ് റേഷ്യോ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് P. അപ്പോൾ കോൺസിക്യൂട്ടീവ് റേഷ്യോ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് 25ഉം 35ഉം Pയും കോൺസിക്യൂട്ടീവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ ഒരു റേഷ്യോയിൽ ഒരു പ്രൊപ്പോർഷണലിലാണ് ഇവരിയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Pയുടെ വാല്യൂ കണ്ടുപിടിക്കുക. P എന്ന് പറഞ്ഞാൽ തേർഡ് നിൽക്കുന്ന നമ്പർ അല്ലേ, അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? തേർഡ് നമ്പർ അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക. എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നത് 25 ഡിവൈഡഡ് ബൈ 35 = 35 ഡിവൈഡ് ബൈ P അല്ലേ, ഇങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേർഡ് നമ്പർ കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, തേർഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ എന്ത് ചെയ്യുക? തേർഡ് പ്രൊപ്പോർഷൻ്റെ ആ ഒരു മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യുക. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 5 വരും, ഇവിടെ ഒരു 7 വരും. ഇനി അടുത്ത ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 7 വരും. അപ്പോൾ P അപ്പുറത്തോട്ട് പോയി 7 × 7 എത്ര? 49. ഇവിടെ ചെയ്ത് ഇത്രയേ ഉള്ളൂ. 25/35 = 35 ഡിവൈഡ് ബൈ P. ഇതും കൂടെ 5, ഇവിടെ ഒരു 7. ഇനി നോക്കിക്കേ, P ഇങ്ങോട്ട് വരിക. ഇനി 35 × 7 ഡിവൈഡഡ് ബൈ 5. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു 7. നമുക്ക് കിട്ടുന്ന ഉത്തരം 49. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്തതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 12x 48 ആർ ഇൻ കോൺസിക്യൂട്ടീവ് റേഷ്യോ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. x എന്ന് പറഞ്ഞാൽ എന്താ? നടുക്കുള്ള നമ്പറാണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പ്രൊപ്പോർഷണൽ ആയിട്ടിരിക്കുവാണ്. അങ്ങനെ നടുക്കുള്ള നമ്പർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക എന്നല്ലേ, മീൻ പ്രൊപ്പോർഷൻ. അപ്പം മീൻ പ്രൊപ്പോർഷൻ വരുമ്പോൾ നടുക്കുള്ള നമ്പർ ആകുമ്പോൾ മീൻ പ്രൊപ്പോർഷൻ യൂസ് ചെയ്യാം. മീൻ പ്രൊപ്പോർഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? √(a × b) എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന രണ്ട് നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ 12 ജസ്റ്റ് എളുപ്പത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 12 × 4 ആണല്ലോ 48. ഇവിടെ നിന്ന് ഒരു 12 പെയർ ഇത് വെളിയിൽ വന്നു. ഇനി 4നെ നമുക്ക് 2 × 2 അകത്ത് തന്നെ എഴുതായിരുന്നു. അപ്പോൾ ഒരു 2 പുറത്ത് വന്നു. നമ്മുടെ ഉത്തരം എത്ര? 24. ഓപ്ഷൻ എന്ത് ചെയ്യുക? 24 ടിക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഇന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസേ നോക്കിയിട്ടുള്ളൂ. ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ റേഷ്യോ ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ ഒരുപാട് ക്ലാസ് ആയിട്ട് റേഷ്യോയിൽ തന്നെ ഇരിക്കുമല്ലേ. അപ്പോൾ റേഷ്യോയുടെ ചാപ്റ്റർ നമ്മൾ അത്യാവശ്യം വേണ്ട കൺസെപ്റ്റുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഏരിയ ആണ്, നിങ്ങൾ YCTയുടെ ക്വസ്റ്റ്യൻസ് കണ്ട് പഠിക്കുക. ഇനി അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റേഷ്യോയിൽ കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് YCT നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്നൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. ആവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആവറേജിലാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അധികം പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കെ, താങ്ക് യു.